ഓരോ വ്യക്തി ഈശോ അറിയട്ടെ, അനുഭവിക്കട്ടെ. ഈശോയുടെ കരസ്പർശം നൽകട്ടെ. പാപരോഗബന്ധനമായിട്ട് സാത്താന്റെ ശക്തി വിട്ടുപോകട്ടെ. ശക്തികളെ ബന്ധിക്കുന്നു, രോഗപീഠകളെ ബന്ധിക്കുന്നു, 4 ബന്ധിക്കുന്നു, 4 ബന്ധിക്കുന്നു, 19 ബന്ധിക്കുന്നു, സാക്ഷ്യം ബന്ധിക്കുന്നു, വിശ്വനാമത്തെ 9:25 ബന്ധിക്കുന്നു, അപ്പോസ്തല പ്രവർത്തനം 13:10 ബന്ധിക്കുന്നു, 16 ബന്ധിക്കുന്നു, വിശ്വനാമത്തിൽ ബന്ധിക്കുന്നു, 2:3 ബന്ധിക്കുന്നു, 5:4 ബന്ധിക്കുന്നു, 20:12-15 ബന്ധിക്കുന്നു, വിശ്വനാമത്തിൽ 4:12 ബന്ധിക്കുന്നു, 9:1-2 ബന്ധിക്കുന്നു, 10:19 ബന്ധിക്കുന്നു, വിശ്വനാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് അടയാളങ്ങൾ അത്ഭുതങ്ങൾ വിശ്വനാമത്തിൽ. അഭിഷേകം രക്തത്തിൽ മഹത്വപ്പെടുന്നു. 2 കരമുയർത്തി ഈശോയെ ചങ്ങലപൊട്ടട്ടെ, ഭാവരോഗച്ചങ്ങല, പടവറയിൽ അത്ഭുതം, വിശുദ്ധി വെറുപ്പിന്റെ വിദേശം പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി തീർന്നു. തങ്ങൾ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. എല്ലാ ഭക്ഷണത്തെയും വെറുത്ത് മൃത്യു കവാടങ്ങൾ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് അവരെ വിട്ടുവെച്ചു. സങ്കീർത്തനം 118, സംഗീതം 118, 10-12 വചനം ഇപ്പോൾ സംഭവിക്കട്ടെ. സങ്കീർത്തനം 118, 10-12 സംഭവിക്കട്ടെ. ജനതകൾ എന്നെ വലയം ചെയ്തു, കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. അവരെന്നെ വലയം ചെയ്തു, എല്ലാ വശത്തു നിന്ന് അവരെന്നെ വളഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. ധനിച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. മുൾപടർപ്പിനെ പിടിച്ചു തീ പോലെ അവർ ആളിക്കത്തി. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു. എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി. കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. സ്തുതിക്കുന്നു, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആരാധന. വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തേ. സങ്കീർത്തനം 24 സംഭവിക്കട്ടെ. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അവിടുത്തെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചത് അവിടുന്നാണ്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ,
വിധിയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. കവാടങ്ങൾ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങൾ ഉയർന്നിൽക്കുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങൾ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങൾ ഉയർന്നിൽക്കുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. രണ്ട് കരമത്തി ഈശോയേ. സങ്കീർത്തനം 2. ജനതകൾ ഇളകി മറിയുന്നത് എന്തിന്? ജനങ്ങൾ എന്തിനു വ്യർത്ഥമായ ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ടു ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തിൽ എന്നപോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാർ വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. രണ്ട് കരമേറ്റീശോ. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 17 മുതൽ 19 വരെ വചനങ്ങൾ. അനനീയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ച് പറഞ്ഞു, സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനു വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടനെ ചെതുമ്പില് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവരുടെ മേലെ ഒടുകട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ, കാഴ്ച ലഭിക്കട്ടെ, സത്താനുകെട്ട് പൊട്ടി തകരട്ടെ. രണ്ട് കാലത്ത് യേശുവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. ലുക്ക 9:1-2 സംഭവിക്കട്ടെ. ലുക്ക 1:9 സംഭവിക്കുന്നു. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. ലുക്ക 9:37 മുതലുള്ള വചനങ്ങൾ. പിറ്റേ ദിവസം അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് എന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ എൻ്റെ ഏക മകനാണ്. അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു. ദുരയും പതയും പുറപ്പെടുന്നത് വരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അത് അവനെ വിട്ടുമാറുന്നില്ല. അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. യേശു പ്രതിവദിച്ചു, വിശ്വാസമില്ലാത്ത വഴി പിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും. നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശകാരിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിന് ഏൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. രണ്ട് കാലത്ത് യേശുവേ സ്തുതിക്കുന്നു. ലുക്ക 4:18 കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്,
ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധുക്കൾക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായി മത്സരം പ്രഘോഷിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ദുഃഖം 5:31 സംഭവിക്കട്ടെ. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്ന നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. ഏറ്റെടുക്കണമേ കർത്താവ്, ഈ സമയത്ത് ഏറ്റെടുക്കണമേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ സമയം അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരുണയുടെ കരുണയിട്ട് പ്രാർത്ഥിച്ചു. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 4-ാം അധ്യായം 30-31 അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. 2 കരങ്ങൾ യേശുവേ സ്തുതിക്കുന്നു. ചങ്ങല പൊട്ടട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 16:25 അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാർ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. കർത്താവേ, ഈ സമയത്ത് അങ്ങയുടെ ശക്തമായ പരിശുദ്ധാത്മാവിനെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളുടെ മേലും വർഷിക്കണമേ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മേലും, ഓരോ മകളുടെ ഓരോ കുടുംബത്തിന്റെ മേലും, ഓരോ സ്ഥലത്തിന്റെ മേലും, ഈ ആലയത്തിന്റെ മേലും, ഇപ്പോൾ ഇവിടെയുള്ള മക്കളുടെ മേലും, ദൂരസ്ഥരായ എല്ലാ മക്കളുടെ മേലും, എല്ലാ ശുശ്രൂഷകരുടെ മേലും, എല്ലാ ദൈവജനത്തിന്റെ മേലും ഇപ്പോൾ ആ അരൂപിയെ വർഷിക്കണമേ. പൗലോസും സീലാസും തടവറയിൽ കടന്നപ്പോൾ അവിടേക്ക് അയച്ച ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, വിടുതലും സൗഖ്യവും നൽകുന്ന പരിശുദ്ധാത്മാവ്, ബന്ധനങ്ങൾ അഴിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുള്ള ഓരോ പൈശാചികെട്ടും അടിക്കട്ടെ. 2 കരം ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്താ നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ.